ഹായ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മംഗലാപുരത്ത് നിന്ന് ഈറോഡേക്ക് കോൺഫറൻസിന് പോകുന്നതാണ്. കോളേജിൽ നിന്ന് കൊണ്ടുവന്ന കോൺഫറൻസാണ്. കുറച്ച് പേരെ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് 6:30 നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് ഒരു കോളേജ് ബസ് അറേഞ്ച് ചെയ്ത് തന്നു യൂണിവേഴ്സിറ്റീൻ്റെ ഫ്രണ്ടിൽ വരെ. ആടെ നമ്മൾ മാംഗ്ലൂർ സെൻറ്ററിലേക്ക് നോർമൽ ലോക്കൽ ബസ് കയറിയിട്ട് പോകണം. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇതാണ് പോകുന്ന റൂട്ട്. ഡെർലക്കട്ടെ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. എന്നിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 7:30 7:15 ആയപ്പോൾ ലോക്കൽ ബസ്സിൽ കയറി. തിരക്കൊന്നും ഉണ്ടായില്ല ബസ്സിൽ, രാത്രി ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഇത് സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു സ്ട്രീറ്റ് വാക്ക് ഇങ്ങനെ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് പോയി. പിന്നെ ഫുഡ് കഴിക്കണമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ നോക്കി. അങ്ങനെ നമ്മൾ സമയമുള്ളത് കൊണ്ട് മോളിൽ പോയി. സിറ്റി സെൻട്രൽ മോളിലാണ് പോയത്. കുറച്ച് നേരം മോളിലൊക്കെ നടന്ന്. നമ്മൾ ട്രെയിനിൻ്റെ സമയം എന്ന് പറയുന്നത് 11:45. അപ്പോൾ നേരത്തെ നമ്മൾ 8:30 ഒക്കെ ആകുമ്പോൾ സെൻട്രലിലെത്തിയത് കൊണ്ട് കുറേ സമയമുള്ളതുകൊണ്ട് നമ്മൾ മാംഗ്ലൂരൊക്കെ പോയി സിറ്റി സെൻറ്ററിലൊക്കെ കുറച്ചൊന്ന് നടന്ന്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. സ്റ്റേഷൻ്റെ അടുത്തുള്ള ഹോട്ടലിലാണ് പോയത്. ബിരിയാണി കഴിച്ചു, നല്ലതായിരുന്നു. 10:30 ആയപ്പോൾ നമ്മൾ സ്റ്റേഷനെത്തി. ആയിരുന്നു ട്രെയിൻ. അപ്പോൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. സ്ലീപ്പർ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരേ കമ്പാർട്ട്മെൻറ്റ് തന്നെയാണ് കിട്ടിയത്. എല്ലാവരും സെറ്റായി, എല്ലാവരും സാധനങ്ങളൊക്കെ വെച്ച്. അങ്ങനെ നമ്മൾ നാളെ പോകുന്നത് കോയമ്പത്തൂരേക്കാണ് ഫസ്റ്റ് പോകുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഈറോഡേക്ക് പോകാൻ പ്ലാൻ ഇടുന്നത്. കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ നാളെ മോർണിംഗ് ഒരു 7:30 ആകുമ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് ഇഷയിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ ഇഷയിലേക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. ഓക്കെ, ബായ്.